ഓണം സീരീസിൽ നമുക്ക് എളുപ്പത്തിൽ എങ്ങനെയാണ് ഒരു പാവയ്ക്ക കിച്ചടി ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് പാവയ്ക്ക നമുക്ക് ആദ്യം ഇതുപോലെ വട്ടത്തിൽ കനം കുറച്ച് അരിഞ്ഞ് വെക്കണം. എന്നിട്ട് അതിലേക്ക് പാകത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് തിരുമ്മി പിടിപ്പിക്കണം. ഇനി ഇത് വറുക്കാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിനകത്തേക്ക് പാകത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ ഈ അരിഞ്ഞ് ഉപ്പ് പുരട്ടി വെച്ചിരിക്കുന്ന പാവയ്ക്കയെല്ലാം കുറേശ്ശെയായിട്ട് വറുത്ത് കോരിയെടുക്കണം. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വറുത്ത് എടുക്കാൻ, അല്ലെങ്കിൽ ഇതെല്ലാം കരിഞ്ഞു പോകും. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന പാവയ്ക്ക നല്ല പച്ച പാവയ്ക്ക ആയതുകൊണ്ടാണ് ഈ കളറ്. ഇനി നമുക്ക് അരപ്പിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളകും കുറച്ച് കടുകും അതേപോലെ ഇത് അരയ്ക്കാൻ വേണ്ടിയിട്ട് വെള്ളത്തിന് പകരം നമ്മൾ കുറച്ച് തൈരും ചേർത്ത് നന്നായിട്ട് അരച്ചെടുക്കണം. ഇനി നമ്മൾ ആദ്യം വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ഈ പാവയ്ക്ക ഒന്ന് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് നമ്മൾ ഈ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് പുളിക്ക് ആവശ്യമായിട്ടുള്ള തൈരും ഒന്ന് ഉടച്ച് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പാകത്തിന് ഉപ്പും ചേർത്ത് അതിനകത്തേക്ക് കുറച്ച് പാവയ്ക്ക ഇതുപോലെ മുഴുവനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ചേർത്തതിന് ശേഷം നമ്മൾ കടുക് വറുത്തിടാനായിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി കഴിയുമ്പം അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കിച്ചടി റെഡിയായി.